നമസ്കാരം. ആത്മീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴി കാണാതെ പകച്ചു നിൽക്കുന്നവരും കഠിനാധ്വാനം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം വിജയം കിട്ടാത്തതെന്ന് ഓർത്ത് വിഷമിക്കുന്നവരും ശത്രുക്കളുടെ ശല്യം കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും മനസ്സ് മടുത്തിരിക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് പേർ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ എല്ലാം ഉള്ളിലെ പ്രാർത്ഥനകൾക്ക് ഒരു മറുപടിയായും തളർന്ന മനസ്സിന് ഒരു സാന്ത്വനമായുമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് രണ്ട് ദിവ്യ ചൈതന്യങ്ങളാണ്. വിഘ്നങ്ങളെല്ലാം തകർത്തെറിഞ്ഞ് വിജയം നൽകുന്ന ഗണപതി ഭഗവാനും ധൈര്യവും ശക്തിയും നൽകി ശത്രുക്കളെ ജയിക്കാൻ സഹായിക്കുന്ന ദേവസേനാപതിയായ മുരുക ഭഗവാനും. ഒരു നിമിഷം നിങ്ങളുടെ എല്ലാ ടെൻഷനുകളും മാറ്റിവെച്ച് ഈ രൂപങ്ങളിലേക്ക് നോക്കൂ. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ആരുടെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് നിങ്ങളുടെ ഹൃദയം പറയുന്നുവോ ആ രൂപത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റെല്ലാം മറന്ന് ആ രൂപം മനസ്സിൽ ഉറപ്പിക്കുക. ഇപ്പോൾ നിങ്ങൾ ഒരു ദേവനെ തിരഞ്ഞെടുത്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി ഗണപതി ഭഗവാനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം നോക്കാം. വിഘ്നേശ്വരനായ ഗണപതിയുടെ രൂപത്തിലാണ് നിങ്ങളുടെ മനസ്സ് ഉടക്കി നിന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ വലിയ തടസ്സങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയാം. എന്തു കാര്യത്തിനിറങ്ങി തിരിച്ചാലും അതിനു മുന്നിൽ ഒരു മതിൽ പോലെ എന്തെങ്കിലും തടസ്സം വന്നു ചേരുന്നു. ഒരു പുതിയ വീട് വയ്ക്കാനോ നിലവിലുള്ള വീട് പുതുക്കി പണിയാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനുള്ള സാമ്പത്തികമോ സാഹചര്യമോ ഒത്തുവരുന്നില്ല. മക്കളുടെ വിവാഹം പോലുള്ള മംഗളകാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു. എന്നാൽ നല്ല ആലോചനകൾ വന്നെങ്കിലും അവസാന നിമിഷം അത് മുടങ്ങിപ്പോകുന്നു. ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ ഇൻ്റർവ്യൂവിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടും ആ ജോലി മറ്റൊരാൾക്ക് ലഭിക്കുന്നു. നിലവിൽ ജോലിയുള്ളവർക്ക് അർഹമായ പ്രൊമോഷനോ അംഗീകാരമോ എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് വേണ്ട പണമോ ധൈര്യമോ കിട്ടുന്നില്ല. എൻ്റെ സമയം ശരിയല്ല എന്ന് നിങ്ങൾ പലപ്പോഴും സ്വയം പറയാറുമുണ്ട്. കുടുംബത്തിൽ നിങ്ങൾ സ്നേഹത്തോടെ സംസാരിച്ചാൽ പോലും മറ്റുള്ളവർ അതിനെ തെറ്റിദ്ധരിക്കുന്നു. നിങ്ങളുടെ നല്ല ഉദ്ദേശ്യങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല. പങ്കാളിയുമായി മിക്കപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ. നിങ്ങൾ എത്രത്തോളം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെന്ന് ആരും അറിയുന്നില്ലെന്ന ഒരു സങ്കടം നിങ്ങളുടെ ഉള്ളിലുണ്ട്. സാമ്പത്തികമായി നോക്കിയാൽ പണം കയ്യിൽ നിൽക്കുന്നേയില്ല. ഒരു വഴിക്ക് നിന്ന് പണം വരുമ്പോൾ 100 വഴിക്കത് ചിലവായി പോകുന്നു. ഒരു ലോണിന് അപേക്ഷിച്ചാൽ അത് പാസ്സാകാൻ ഒരുപാട് തടസ്സങ്ങൾ. കൊടുത്ത പണം തിരികെ കിട്ടാതെ വിഷമിക്കുന്നു. ഇതൊക്കെ കൊണ്ട് നിങ്ങളുടെ മനസ്സ് ആകെ മടുത്തിരിക്കുകയാണ്. ദൈവം എന്നെ മാത്രം പരീക്ഷിക്കുകയാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകുന്നു. എന്നാൽ ശുഭപ്രതീക്ഷയോടെ ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നത്. നിങ്ങളുടെ ഈ തടസ്സങ്ങളെല്ലാം മാറ്റാനാണ് ഗണപതി ഭഗവാൻ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞത്. നിങ്ങളുടെ കഷ്ടപ്പാടുകളുടെ കാലം കഴിയാറായി. വരുന്ന 48 മുതൽ 90 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങൾ ഓരോന്നായി ഉരുകിത്തീരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കും. മക്കളുടെ വിവാഹ കാര്യത്തിൽ വളരെ നല്ലൊരു ബന്ധം നിങ്ങളെ തേടി വരും. ജോലിയില്ലാത്തവർക്ക് സ്ഥിര വരുമാനമുള്ള ഒരു ജോലി ലഭിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യതയുണ്ട്. ബിസിനസ് തുടങ്ങാനുള്ള തടസ്സങ്ങൾ മാറി അതിനുള്ള വഴികൾ തുറന്നു കിട്ടും. കുടുംബത്തിൽ നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാകും. സമാധാനവും സന്തോഷവും തിരികെ വരും. സാമ്പത്തികമായി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ധനം വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളുടെ അധ്യായം അവസാനിക്കുകയാണ്. ഇനി വിജയത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നാളുകളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് ഓം ഗം ഗണപതയേ നമ എന്ന് 36 തവണയെങ്കിലും ജപിക്കുക. നിങ്ങളുടെ മുന്നിലെ എല്ലാ തടസ്സങ്ങളും ഭഗവാൻ തകർത്തെറിയും. അടുത്തത് മുരുക ഭഗവാനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം നോക്കാം. കയ്യിൽ വേലുമേന്തി മയിലിൻ പുറത്തിരിക്കുന്ന ദേവസേനാപതിയായ മുരുകനിലാണ് നിങ്ങളുടെ ദൃഷ്ടി പതിഞ്ഞതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ ഒരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്.
നിങ്ങളുടെ പ്രധാന പ്രശ്നം ശത്രുക്കളാണ്. ഈ ശത്രുക്കളെന്ന് പറയുന്നത് പുറത്തുനിന്നുള്ളവർ മാത്രമല്ല, നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ ചതിക്കുന്ന ചിലരുമുണ്ട്. നിങ്ങളുടെ ഉയർച്ചയിലും സന്തോഷത്തിലും അസൂയപ്പെടുന്ന സഹപ്രവർത്തകരോ ബന്ധുക്കളോ ആകാം അത്. നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങളെ പഴി കേൾപ്പിക്കുന്നു. നിങ്ങളുടെ പേരിൽ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നു. ചിലർക്ക് നിയമപരമായ പ്രശ്നങ്ങളോ കേസ് വഴക്കുകളോ ഉണ്ടാകാം. ഇതിലൊന്നും ഒരു തീർപ്പും കാണാതെ നിങ്ങൾ ഉഴലുകയാണ്. നിങ്ങളുടെ മറ്റൊരു പ്രധാന പ്രശ്നം കടബാധ്യതയാണ്. വലിയൊരു സാമ്പത്തിക നഷ്ടം സംഭവിച്ചതിൻ്റെ ആഘാതത്തിൽ നിന്ന് നിങ്ങൾ ഇനിയും മുക്തരായിട്ടില്ല. വാങ്ങിയ കടം പലിശ കയറി വലുതായി അത് എങ്ങനെ വീട്ടുമെന്നറിയാതെ നിങ്ങൾ നിസ്സഹായരായി നിൽക്കുന്നു. കടം കൊടുത്തവരുടെ ഭീഷണികളും സമ്മർദ്ദങ്ങളും നിങ്ങളുടെ സമാധാനം കെടുത്തുന്നു. ആരോഗ്യപരമായി നോക്കിയാൽ ശരീരത്തിന് എപ്പോഴും ഒരു ക്ഷീണവും തളർച്ചയുമാണ്. മനസ്സിന് ഒരു ഊർജവുമില്ല. ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. രാത്രിയിൽ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടിയുണരുന്നു. ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിൽ ഒരു ഭയം രൂപപ്പെടുന്നു. ചിലർക്ക് രക്തസംബന്ധമായ അസുഖങ്ങളോ ത്വക്ക് രോഗങ്ങളോ അലട്ടുന്നുണ്ടാകാം. ചുരുക്കത്തിൽ നിങ്ങൾ ഇപ്പോൾ നാലുപാട് നിന്നും ആക്രമിക്കപ്പെടുന്ന ഒരവസ്ഥയിലാണ്. ആരോടാണ് യുദ്ധം ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണ് ജയിക്കേണ്ടതെന്നോ അറിയാതെ നിങ്ങൾ തളർന്നിരിക്കുന്നു. നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും ചോർന്നു പോയിരിക്കുന്നു. എന്നാൽ ഭയപ്പെടേണ്ട. നിങ്ങളുടെ രക്ഷകനായി നിങ്ങൾക്ക് ധൈര്യം പകരാനായി സാക്ഷാൽ മുരുക ഭഗവാൻ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു. കയ്യിലെ വേൽ കൊണ്ട് ഭഗവാൻ നിങ്ങളുടെ ശത്രുക്കളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കാൻ വന്നിരിക്കുന്നു. വരുന്ന 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് സംഭവിക്കും. നിങ്ങളെ ദ്രോഹിച്ച ശത്രുക്കൾ ഒന്നൊന്നായി പരാജയപ്പെടും. അവർക്ക് അവരുടെ കർമ്മഫലം ലഭിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിയമപരമായ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി വരും. നിങ്ങളുടെ നിരപരാധിത്വം തെളിയും. കടബാധ്യതയിൽ നിന്ന് കരകയറാൻ അപ്രതീക്ഷിതമായ ഒരു സഹായം നിങ്ങൾക്ക് ലഭിക്കും. അത് ചിലപ്പോൾ ഒരു പുതിയ വരുമാന മാർഗത്തിലൂടെയോ അല്ലെങ്കിൽ കിട്ടാതിരുന്ന പണം തിരിച്ചു കിട്ടുന്നതിലൂടെയോ ആകാം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് ശരിയായ ചികിത്സ ലഭിക്കുകയും നിങ്ങളുടെ ശരീരത്തിന് പുതിയൊരു ഉന്മേഷവും ശക്തിയും കൈവരികയും ചെയ്യും. നിങ്ങളുടെ ഉള്ളിലെ ഭയം മാറി പകരം ധൈര്യവും ആത്മവിശ്വാസവും നിറയും. പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ തോൽക്കാൻ ജനിച്ചവനല്ല, ജയിക്കാൻ ജനിച്ചവനാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നാളുകളാണ് ഇനി വരുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ചൊവ്വാഴ്ചയും ഓം ശരവണ ഭവ എന്ന് 108 തവണ ജപിക്കുക. നിങ്ങളുടെ എല്ലാ യുദ്ധങ്ങളിലും ഭഗവാൻ നിങ്ങൾക്ക് വിജയം നൽകും. നിങ്ങൾ ഗണപതിയെ തിരഞ്ഞെടുത്താലും മുരുകനെ തിരഞ്ഞെടുത്താലും ഒരു കാര്യം ഉറപ്പാണ്. ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു അവസാനം കുറിക്കാൻ സമയമായി. ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം 100 മടങ്ങ് വർദ്ധിക്കും. നിങ്ങളുടെ കഠിനാധ്വാനം തുടരുക. പ്രാർത്ഥന കൈവിടാതിരിക്കുക. നല്ലൊരു നാളെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്. അത് നിങ്ങളെപ്പോലെ വേദനിക്കുന്ന മറ്റൊരാൾക്ക് ഒരു പ്രചോദനമായേക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും നേരുന്നു. നന്ദി.